Hello everyone, welcome to Hydrogen Academy. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന ടോപ്പിക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബാലൻസിങ് കെമിക്കൽ ഇക്വേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യാം. അതേ കണക്ക് തന്നെ എങ്ങനെ ഈസി ആയിട്ട് ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് നോക്കാം. അതായത് നമ്മൾക്ക് ഡയറക്റ്റ് റാൻഡംലി ഏതെങ്കിലുമൊക്കെ ആറ്റംസ് സോൾവ് ചെയ്യുന്നതിന് പകരം ഒരു പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതായിരിക്കും. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ റിയാക്ഷന് വേർഡ് ഇക്വേഷൻ പ്രോപ്പറായിട്ട് റൈറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ സിംബോളിക് ഇക്വേഷൻ അല്ലെന്നുണ്ടെങ്കിൽ കെമിക്കൽ ഫോർമുല ഇക്വേഷൻ ക്ലിയർ ആയിട്ട് റൈറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് എന്ത് വേണം, LHSലും RHSലും ഉള്ള ആറ്റംസ്, ഓരോ ആറ്റംസും കൗണ്ട് ചെയ്തിട്ട് അറ്റ് എ ടൈം ഒരു സിംഗിൾ എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു വൺ ആറ്റം എന്നുള്ള രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്യുക. മോർ ദാൻ വൺ ആറ്റംസ് ഒരേ ടൈം ബാലൻസ് ചെയ്യാൻ ട്രൈ ചെയ്യരുത്. അറ്റ് എ ടൈം ഒരു ആറ്റം ബാലൻസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ബാലൻസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് തന്നിരിക്കുന്ന കെമിക്കൽ ഫോർമുലയിൽ ഫസ്റ്റ് ഒരു മെറ്റൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് മെറ്റലിനെ ബാലൻസ് ചെയ്യുക. ദെൻ നോൺ മെറ്റൽ ഉണ്ടെങ്കിൽ നോൺ മെറ്റൽ ബാലൻസ് ചെയ്യുക. ദെൻ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ, ദെൻ ഓക്സിജൻ. ഈ ഒരു ഓർഡർ മെറ്റൽ, നോൺ മെറ്റൽ, ഹൈഡ്രജൻ, ദെൻ ഓക്സിജൻ, ഇങ്ങനെ ഒരു ഓർഡർ ഫോളോ ചെയ്തിട്ട് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. ലാസ്റ്റ് ബാലൻസ് ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഹൈഡ്രജനും ക്ലോറിനും റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൻ്റെ വേർഡ് ഇക്വേഷൻ ഫസ്റ്റ് നമ്മൾ വേർഡ് ഇക്വേഷൻ റൈറ്റ് ചെയ്യണം. അപ്പോൾ വേർഡ് ഇക്വേഷൻ എങ്ങനെയാണ്, ഹൈഡ്രജൻ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ ഗീവ്സ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഓക്കെ, ഇതാണ് വേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ വേർഡ് ഇക്വേഷനിൽ നമ്മൾ എന്ത് വേണം, കെമിക്കൽ ഫോർമുല ഇക്വേഷൻ എഴുതാം. ഓക്കെ, അപ്പം ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ എന്താ, H2, ക്ലോറിൻ Cl2. അപ്പോൾ H2 + Cl2 ഗീവ്സ് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്താണ്, HCl. അപ്പോൾ H2 + Cl2 ഗീവ്സ് HCl. ഇതാണ് ഇതിൻ്റെ കെമിക്കൽ ഫോർമുല ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ പറഞ്ഞ്, എപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ മെറ്റൽ, ദെൻ നോൺ മെറ്റൽ, ദെൻ ഹൈഡ്രജൻ, ദെൻ ഓക്സിജൻ, ഈ ഓർഡർ ഫോളോ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഹൈഡ്രജന് കൂടാതെ ക്ലോറിനാണ് ഇതിനകത്ത് ഒരാറ്റം വരുന്നത് അല്ലേ. അപ്പോൾ ഈ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് ആറ്റമാണ്, നോൺ മെറ്റലാണ്. ക്ലോറിൻ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റലാണ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് വേറെ മെറ്റൽസ് ഒന്നുമില്ല. സോ നമ്മൾ നോൺ മെറ്റലായിട്ടുള്ള ക്ലോറിനെ ഫസ്റ്റ് ബാലൻസ് ചെയ്യണം. ദെൻ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം, ഈക്വൽ ആക്കണം ബോത്ത് സൈഡ്സിലും. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് LHS കൗണ്ട് ചെയ്ത് നോക്കാം. LHSൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, എത്ര ക്ലോറിൻ ആറ്റംസ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നോക്കിക്കേ, ഹൈഡ്രജൻ ആറ്റംസ് LHSൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, 2 ഹൈഡ്രജൻ ആറ്റംസ് ആണ് LHSലുള്ളത്. ഈ ക്ലോറിൻ ആറ്റംസ് നോക്കിക്കേ, ക്ലോറിൻ ആറ്റം LHSൽ എത്രയുണ്ട്, 2 ക്ലോറിൻ ആറ്റമാണ് എന്തിലുള്ളത്, LHSലുള്ളത്. ഓക്കെ, ഇനി RHS നോക്കാം. RHSൽ ഇതേ കണക്ക് തന്നെ ഹൈഡ്രജനും ക്ലോറിനും കൗണ്ട് ചെയ്ത് നോക്കിക്കേ, എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, HCl. ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം അല്ലേ, 1 ഹൈഡ്രജൻ ആറ്റം. Clലും അതേ കണക്ക് എത്രയാ, ഒരു ക്ലോറിൻ ആറ്റം ആണുള്ളത്. ഇനി LHSലും RHSലും ആറ്റംസ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഹൈഡ്രജൻ ആറ്റംസ് LHSൽ 2, RHSൽ 1, അൺഈക്വൽ അല്ലേ. ഇനി ക്ലോറിൻ ആറ്റം LHSൽ 2, RHSൽ 1, അതും അൺഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇതിനെ ഈക്വൽ ആക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആരെയാണ് ഈക്വൽ ആക്കാൻ പോകുന്നത്, ക്ലോറിനെയാണ് രണ്ട് സൈഡിലും ഈക്വൽ ആക്കാൻ പോകുന്നത്. ക്ലോറിന് നമ്മൾക്ക് ഈക്വൽ ആക്കണമെങ്കിൽ എന്ത് വേണം, RHSൽ 1, ക്ലോറിൻ നമ്പർ 1 അല്ലേ, അതിന് 1 കൂട്ടണം, 2 ആക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലോറിനെ 2 ആക്കാൻ വേണ്ടിയിട്ട് ഈക്വേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം H2 + Cl2 ഗീവ്സ് HCl. ഇപ്പോൾ RHSലെ ക്ലോറിനെ 2 ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലോറിന് 2 കൊടുക്കണം. അപ്പോൾ നമ്മൾ HCl2 ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ, ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ കൊടുത്താൽ അത് റോങ് അല്ലേ. നമ്മൾ കെമിക്കൽ ഫോർമുല തന്നെ ചേഞ്ച് ആയി പോകും കോമ്പൗണ്ട്. സോ നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോൾ എങ്ങനെ വേണം കൊടുക്കാൻ, തന്നിരിക്കുന്ന കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോർമുലയുടെ
ഫ്രണ്ടിലായിട്ട് കോഎഫിഷ്യൻ്റ് ആയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. സോ 2HCl ഇങ്ങനെ വേണം എഴുതാനായിട്ട്. ഓക്കെ, അപ്പം H2 + Cl2 gives 2HCl എന്നാക്കി. ഓക്കെ, ഇനി നോക്കി ക്ലോറിൻ ആറ്റം ഇപ്പം RHSൽ 2 ആയി. LHSൽ എത്രയായി? LHSലും ക്ലോറിൻ ആറ്റം 2 ആയി അല്ലേ. അപ്പം നമ്മൾ HClൻ്റെ ഫ്രണ്ടിൽ 2 കൊടുത്തപ്പോൾ നോക്കിക്കേ, ഹൈഡ്രജൻ ആറ്റം അവിടെ എത്രയായിട്ട് ഇൻക്രീസ് ആയി? 2 ആയിട്ട് RHSൽ ഇൻക്രീസ് ആയി അല്ലേ. ഇനി LHSലെ ഹൈഡ്രജൻ ആറ്റം നോക്കിക്കേ, LHSലെ ഹൈഡ്രജൻ ആറ്റം 2 ആണ്. അപ്പോൾ നമ്മൾ ക്ലോറിൻ ബാലൻസ് ചെയ്ത സമയത്ത് എന്തോ ചെയ്തു? ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് ചെയ്തു? ഹൈഡ്രജനും അവിടെ ബാലൻസ് ആയി. രണ്ട് സൈഡിലും ഹൈഡ്രജൻ ആറ്റം, LHSലും RHSലും ഹൈഡ്രജൻ ആറ്റം 2 ആയി. ഓക്കെ, അപ്പോൾ നമ്മുടെ LHSലുള്ള ആറ്റത്തിൻ്റെ നമ്പറും RHSലുള്ള ആറ്റത്തിൻ്റെ നമ്പറും ഈക്വലായി അല്ലേ. സോ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്താണ്? ഹൈഡ്രജനും ക്ലോറിനും റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്യുന്നതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2 + Cl2 gives 2HCl ആണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അടുത്തത് നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് അമോണിയ ഫോം ചെയ്യുന്ന റിയാക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ഈ റിയാക്ഷൻ്റെ വേർഡ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നൈട്രജൻ + ഹൈഡ്രജൻ ഗിവ്സ് അമോണിയ. ഇങ്ങനെ നമുക്ക് വേർഡ് ഇക്വേഷൻ എഴുതാം. ഈ വേർഡ് ഇക്വേഷനിൽ നമുക്ക് കെമിക്കൽ ഫോർമുല ഇക്വേഷനിലോട്ട് പോകണം അല്ലേ. അപ്പോൾ കെമിക്കൽ ഫോർമുല ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? നൈട്രജൻ N2 + ഹൈഡ്രജൻ H2 ഗീവ്സ് അമോണിയ. അമോണിയയുടെ കെമിക്കൽ ഫോർമുല എന്താ? NH3 ഗീവ്സ് NH3. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് ചെയ്യണം അല്ലേ. നമ്പർ ഓഫ് ആറ്റംസ് രണ്ട് സൈഡിലും ഈക്വൽ അല്ല. സോ നമുക്ക് ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന ഓർഡർ എന്തായിരുന്നു? ഫസ്റ്റ് ഒരു മെറ്റൽ ഉണ്ടെങ്കിൽ മെറ്റലിനെ ബാലൻസ് ചെയ്യും, ദെൻ ഒരു നോൺ മെറ്റൽ ഉണ്ടെങ്കിൽ നോൺ മെറ്റലിനെ ബാലൻസ് ചെയ്യും, ദെൻ ഹൈഡ്രജൻ, ദെൻ ഓക്സിജൻ. ഈ ഓർഡറിലായിരുന്നു എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ രണ്ട് ആറ്റംസ് ആണുള്ളത്. ഒന്ന് നൈട്രജൻ ആറ്റവും ഒന്ന് ഹൈഡ്രജൻ ആറ്റവും അല്ലേ. ഇതിൽ നൈട്രജൻ എന്ന് പറയുന്നത് എന്താണ്? നൈട്രജൻ ഒരു നോൺ മെറ്റലാണ്. ഓക്കെ, നൈട്രജൻ ഒരു നോൺ മെറ്റലാണ്. പിന്നെ നമുക്കുള്ളത് ഹൈഡ്രജൻ മാത്രമാണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ ബാലൻസ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആറ്റംസ് കൗണ്ട് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നൈട്രജൻ, ഹൈഡ്രജൻ. ഓക്കെ, നൈട്രജൻ എത്രയുണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ? N2, 2 നൈട്രജൻ ആറ്റംസ് ആണുള്ളത് അല്ലേ. ഹൈഡ്രജൻ ആറ്റംസ് എത്രയുണ്ട്? H2, 2 ഹൈഡ്രജൻ ആറ്റംസ് ആണുള്ളത്. ഇനി നമ്മൾ RHSലോട്ട് വയ്ക്കേ. RHSൽ എത്ര നൈട്രജൻ ആറ്റംസ് ഉണ്ട്? RHSൽ NH3, ഒരു N ഉള്ളതല്ലേ, ഒരു നൈട്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റം എത്രയുണ്ട്? H3. അപ്പം ഹൈഡ്രജൻ ആറ്റം 3 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് നൈട്രജനെ ബാലൻസ് ചെയ്യാം. അപ്പം നൈട്രജൻ നോക്കിക്കേ, LHSൽ 2ഉം RHSൽ 1ഉം ഉള്ളത് അല്ലേ. അപ്പം ഇത് ഈക്വൽ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? RHSലെ നൈട്രജന് 2 ആക്കിയാൽ മതിയാവും അല്ലേ. അതിന് വേണ്ടി നമുക്ക് എങ്ങനെ ചെയ്യാം? NH3 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നൈട്രജന് 2 ആക്കണം. നൈട്രജന് 2 ആക്കാൻ നമുക്ക് N2H3 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല, അത് റോങ് ആണ് അല്ലേ. നമ്മൾ എപ്പോഴും എന്ത് വേണം? കോമ്പൗണ്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് വേണം, കെമിക്കൽ ഫോർമുലയുടെ ഫ്രണ്ടിലായിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? നമ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലേ. NH3യുടെ ഫ്രണ്ടിൽ 2NH3 ഇങ്ങനെ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇതാണ് റൈറ്റ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, N2 + H2 gives 2NH3. ഓക്കെ, 2NH3 ആയി അല്ലേ. അപ്പം ഇനി നോക്കിക്കേ, നൈട്രജൻ നമ്പർ ഇപ്പോൾ എത്രയായി? നൈട്രജൻ ഇപ്പോൾ RHSൽ 2 ആയി. LHSൽ നൈട്രജൻ എത്രയാണ്? LHSലും നൈട്രജൻ 2 തന്നെയാണ്. അപ്പം നൈട്രജൻ ഈക്വലായി. ഇനി NH3യുടെ ഫ്രണ്ടിൽ 2 ഇട്ട് കൊടുത്ത സമയത്ത് ഹൈഡ്രജൻ എത്രയായി? RHSൽ ഹൈഡ്രജൻ എത്രയായി? 2NH3, H2H3 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ 2 × 3 6 ഹൈഡ്രജൻ ആറ്റംസ് ആയി. എവിടെ? RHSൽ 6 ഹൈഡ്രജൻ ആറ്റംസ് ആയി. ഓക്കെ, ഇനി LHSലോട്ട് നോക്കിക്കേ. LHSൽ എത്രയേ ഉള്ളൂ? 2 ഹൈഡ്രജൻ ആറ്റംസേ ഉള്ളൂ അല്ലേ. അപ്പം അത് വീണ്ടും അൺഈക്വലായി. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഹൈഡ്രജൻ ആറ്റംസിനെ ഈക്വൽ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് RHSൽ 6 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് അല്ലേ. അപ്പം LHSലും 6 ഹൈഡ്രജൻ ആറ്റംസ് ആയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഹൈഡ്രജൻ ബാലൻസ് ആവത്തുള്ളൂ അല്ലേ. അപ്പം നമുക്ക്
LHSലുള്ള ഹൈഡ്രജനെ 6 ആക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? N2 പ്ലസ് ഈ H2ൻ്റെ ഫ്രണ്ടിൽ നമ്മൾ 3 ഇട്ട് കൊടുത്താലോ? 3H2 ഞാൻ ആക്കി കഴിഞ്ഞാൽ 3 × 2 6 ഹൈഡ്രജൻ ആറ്റംസ് ആവത്തില്ലേ? സോ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കോയിഫിഷ്യൻ്റ് ആയിട്ട് മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ, അല്ലാതെ ഹൈഡ്രജന് താഴെ ഒന്നും വന്ന് ആഡ് ചെയ്യരുത്. അപ്പോൾ 3H2 gives 2NH3. അപ്പം ഇവിടുത്തെ ഹൈഡ്രജൻ എത്രയായി? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 6 ഹൈഡ്രജൻ ആറ്റംസ് ആയി അല്ലേ? സോ LHSൽ ഹൈഡ്രജൻ ആറ്റംസ് 6 ആയി. RHSൽ നോക്കിയേ 2NH3, 2 × 3 6 ഹൈഡ്രജൻ ആറ്റംസ്. ഇനി നൈട്രജൻ നോക്കിക്കേ, രണ്ട് സൈഡ്സിലും LHSലും RHSലും 2. സോ ഇപ്പോൾ എന്തായി? LHSലുള്ള ആറ്റംസും RHSലുള്ള ആറ്റംസും എന്തായി? ഈക്വലായി അല്ലേ? അപ്പോൾ നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്തായിരിക്കും? N2 പ്ലസ് 3H2 gives 2NH3. ഇതായിരിക്കും അമോണിയയും ഹൈഡ്രജനും നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് അമോണിയ ഫോം ചെയ്യുന്ന റിയാക്ഷൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് N2 പ്ലസ് 3H2 gives 2NH3. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്യുന്നതും അമോണിയ ഫോം ചെയ്യുന്നതും രണ്ട് റിയാക്ഷൻസിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് ആണ് പഠിച്ചത്. അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.